ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു 1500 അടീനിയത്തിൻ്റെ സീഡ് മുളപ്പിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് പാകേണ്ടത്, എങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ റൂട്ട് സ്റ്റോക്ക് പർപ്പസിന് വേണ്ടിയിട്ട് വളർത്തിയെടുക്കുന്ന ജാപ്പനീസ് ജെയിൻറ്റിൻ്റെ ഇനത്തിൽപ്പെട്ട അടീനിയത്തിൻ്റെ വിത്തുകളാണ്. അത് തായ്ലൻഡ് സീഡുകളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് മുളപ്പിക്കുന്നതെന്ന് നോക്കാം. ഇത് ആക്ച്വലി സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് ഒരു ജീവാണുവാണ്. ഇത് നമുക്ക് വളക്കടയിൽ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. വിത്ത് നന്നായി മുളച്ച് വരാനും നല്ല കിളിർപ്പുണ്ടാവാനൊക്കെ സ്യൂഡോമോണസിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. എല്ലാ ചെടികൾക്കും സ്യൂഡോമോണസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 1 കിലോയ്ക്ക് 90 രൂപയാണ് ഞാൻ വാങ്ങിയ വില. അപ്പോൾ നമ്മൾ കുറച്ച് സ്യൂഡോമോണസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വിത്ത് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സീഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാ അടീനിയത്തിലുണ്ടാകുന്ന വിത്തുകളല്ല ഇത്. കുറച്ചുകൂടി വലിപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത് തായ്ലൻഡ് ഇമ്പോർട്ടഡ് സീഡാണ്. ഞാനൊരു നോർത്ത് ഇന്ത്യയിലെ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വിത്തുകൾ 1 മണിക്കൂർ കുതിർക്കാതെയും നമുക്ക് പാകാവുന്നതാണ്. എന്നാലും പെട്ടെന്ന് കിളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. സ്യൂഡോമോണസ് ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ രോഗപ്രതിരോധ ശേഷിയും വളർച്ചയും കിട്ടാൻ സഹായിക്കും സ്യൂഡോമോണസ്. 1 മണിക്കൂർ കുതിർന്ന ശേഷം വിത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ടുണ്ടാവും, കുറച്ചുകൂടി വലിപ്പം വെച്ചിട്ടുണ്ടാവും വിത്തിന്. ഇനി നമുക്ക് ആവശ്യമായ പോർട്ട് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് എടുത്തിരിക്കുന്നത് പുഴമണലാണ്. പുഴമണൽ, ചരൽ എന്നൊക്കെ പറയും. പിന്നെ എടുത്തിരിക്കുന്നത് പെർലൈറ്റാണ്. മണ്ണിൽ വായുസഞ്ചാരമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പെർലൈറ്റ് സഹായിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നന്നായി ഉണക്കി പൊടിച്ച ചാണകപ്പൊടി എടുക്കണം. കഷ്ണമായിട്ടൊന്നും കിടക്കരുത്, പൊടിച്ച ചാണകപ്പൊടി. പിന്നെ വേണ്ടത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നന്നായിട്ട് കുതിർത്ത് പൊടിച്ച ചകിരിച്ചോറായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ആക്കണം. ഇതെല്ലാം 1:1:1 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കൊട്ട ചാണകപ്പൊടി, 1 കൊട്ട ചരൽ, 1 കൊട്ട പെർലൈറ്റ്, 1 കൊട്ട ചകിരിച്ചോറ്. നന്നായി മിക്സ് ചെയ്തെടുത്ത പോർട്ട് മിക്സ് നമ്മളൊരു ട്രേയിൽ വെച്ചിട്ട്, ഇത് കുറച്ച് ചെറിയ ട്രേ ആണ്, കുറച്ചുകൂടെ വലിയ ട്രേ ആണെങ്കിൽ നന്നായിരിക്കും. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ട്രേ വാങ്ങിയത്. ഈ ട്രേയിലേക്ക് നമ്മൾ പോർട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്യാപ്പിലും നമ്മൾ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. സീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അടീനിയത്തിന് വെള്ളം കുറച്ച് മതി എന്ന് പറയുന്നെങ്കിലും സീഡ് വെക്കുന്ന സമയത്ത് നന്നായി വെള്ളം കൊടുക്കണം. അടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പോട്ട് മിക്സ് ഇട്ട് അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വിടും. അതിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അത് മൂടി ചെയ്തും. 2 ദിവസം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റും. അതിനുശേഷമുള്ള വളർച്ചകൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അടീനിയത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്.